ഹായ് ഫ്രണ്ട്സ്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 സിലബസ് പ്രകാരം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. മനുഷ്യൻ്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിൽ വായുവിൽ അല്ലെങ്കിൽ എയറിൽ ദോഷകരമായ വസ്തുക്കളുടെ സാന്നിധ്യത്തിനെയാണ് നമ്മൾ വായുമലിനീകരണം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ എയർ പൊല്യൂഷൻ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസസ് ഫോംസിലായിരിക്കും കാണപ്പെടുക. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാവുന്ന സോഴ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് എയറിലേക്ക് പുറന്തള്ളപ്പെടുന്നതിനെയാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് വളരെ നേർത്തതായിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത്. പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് PM2.5 മൈക്രോമീറ്റേഴ്സ്, PM10 മൈക്രോമീറ്റേഴ്സ് എന്നിവയാണ് പ്രധാനമായിട്ടുമുള്ളത്. എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് കൽക്കരി അല്ലെങ്കിൽ എണ്ണ ഇതുപോലുള്ളവ പൂർണ്ണമായി കത്തുന്നില്ലെങ്കിൽ വാതകങ്ങൾ അല്ലെങ്കിൽ കണികകൾ പോലുള്ള ചില പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പൊല്യൂട്ടൻ്റ്. അടുത്തത് സൾഫർ ഡയോക്സൈഡ്. കൽക്കരി കത്തുന്നത് മൂലമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് മൂലമോ ഉണ്ടാവുന്നതാണ് സൾഫർ ഡയോക്സൈഡ്. അടുത്തത് നൈട്രജൻ ഓക്സൈഡ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഉപയോഗം മൂലമോ ഉണ്ടാവുന്നതാണ് നൈട്രജൻ ഓക്സൈഡ്. അടുത്തത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. പെയിന്റുകളോ ചില ലായകങ്ങളോ അല്ലെങ്കിൽ ഇന്ധനങ്ങളോ ഒക്കെ ഉപയോഗിക്കുമ്പം രാസവസ്തുക്കളോ അല്ലെങ്കിൽ നീരാവിയൊക്കെ ആയിട്ട് അത് വായുവിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇതാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻസിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പാർട്ടിക്കുലേറ്റ് മാറ്റർ. എയറിൽ തങ്ങി നിൽക്കുന്ന വളരെ ചെറിയ ഖരം അല്ലെങ്കിൽ ദ്രാവക കണികകളാണ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. പൊടി, പുക, അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് എന്നിങ്ങനെ വിവിധതര സ്രോതസ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കണികകൾ അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ സൈസും അതേപോലെ തന്നെ കോമ്പോസിഷൻസും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ ഇത്തരത്തിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഹ്യൂമൻ ഹെൽത്തിനെയും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയൊക്കെ സാരമായിട്ട് ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നവയാണ്. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് 10. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 മൈക്രോമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. ഇതിൻ്റെ ഉറവിടങ്ങൾ പൊടി, പൂമ്പൊടി, പൂപ്പൽ, അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് പൊടി എന്നിവയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൽ നിന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് മെയിനായിട്ടും ബാധിക്കുന്നത്. കഫ് അല്ലെങ്കിൽ ചുമ, അതേപോലെ തന്നെ ശ്വാസകോശ വീക്കം, അതേപോലെ തന്നെ ശ്വസന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അടുത്തത് PM2.5. ഇത് PM10നെ കഴിഞ്ഞും വളരെയധികം സൈസ് കുറഞ്ഞവയാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 മൈക്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നത്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കൊണ്ട്, അതേപോലെ തന്നെ മരത്തടി കത്തുന്നത്, കൽക്കരി കത്തുന്നത്, അതേപോലെ തന്നെ വനപ്രദേശങ്ങളൊക്കെ കത്തുന്നത് മൂലമൊക്കെ ഉണ്ടാവുന്നതാണ് PM2.5 ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇത് തീരെ ഫൈൻ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ലങ്സിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇത് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് മൂലം ഹാർട്ട് ഡിസീസസ് അതേപോലെ തന്നെ ലങ് ഡിസീസസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. അടുത്തത് അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ്. ഫൈൻ പാർട്ടിക്കിൾസിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഡയമീറ്റർ കുറവുള്ളതാണ് അല്ലെങ്കിൽ സൈസ് കുറവുള്ളതാണ് അൾട്രാ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 മൈക്രോമീറ്റേഴ്സിനെ കഴിഞ്ഞും കുറവായിരിക്കും. ഇതുണ്ടാകുന്നത് എൻജിൻസിൽ നിന്നും അതേപോലെ തന്നെ പവർ പ്ലാന്റുകളിൽ നിന്നും കെമിക്കൽ റിയാക്ഷൻസ് വഴിയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ നേർത്ത കണികകളായതുകൊണ്ട് തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം തന്നെ ലങ്സിലേക്ക് എൻ്റർ ചെയ്യുകയും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് കലരുകയും
വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിൻ, അതേപോലെ തന്നെ ഹാർട്ട് എന്നിവിടങ്ങളിലേക്ക് ഈസിലി റീച്ച് ആവുകയും അതുമൂലം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തത് പ്രൈമറി പൊല്യൂട്ടൻസിലെ സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പൊല്യൂട്ടന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് കളർലെസ് ആണ്, അതേപോലെ തന്നെ ഓഡർലെസ് ആണ്, അതായത് സ്മെല്ല് ഉണ്ടാവത്തില്ല ഇതിന്. മാത്രമല്ല ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് സൈലന്റ് കില്ലർ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. സൈലന്റ് കില്ലർ എന്ന പേര് വരാൻ കാരണം കാർബൺ മോണോക്സൈഡ് ശരീരത്തിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാർബൺ മോണോക്സൈഡിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ പെട്രോളിൽ നിന്ന്, ഇൻഡസ്ട്രിയൽ എമിഷൻസ് വഴി, അതേപോലെ തന്നെ ഫയർ പ്ലേസസിൽ നിന്ന്, ഗ്യാസ് സ്റ്റവിൽ നിന്ന്, ജനറേറ്റേഴ്സിൽ നിന്ന്, ടൊബാക്കോ സ്മോക്ക് വഴിയൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് കുറയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഹെഡേക്ക്, അതേപോലെ തന്നെ തലകറക്കം, കൺഫ്യൂഷൻ, അൺകോൺഷ്യസ് ആവുകയും ഈവൻ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് സൾഫർ ഡയോക്സൈഡ്. ഇതൊരു ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ആണ്. കൂടാതെ ഇതിന് കളറില്ലാത്തൊരു ഗ്യാസ് ആണ്. ഇതിനൊരു പഞ്ചന്റ് സ്മെല്ലാണ് ഉണ്ടാവുന്നത്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് സൾഫർ ഡയോക്സൈഡ്. കൽക്കരി കത്തുന്നത് മൂലം, അതേപോലെ തന്നെ ഓയിലിൽ നിന്ന്, ഗ്യാസിൽ നിന്നൊക്കെയാണ് ഈ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. പവർ പ്ലാന്റുകളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്ന്, അതേപോലെ തന്നെ ഡീസൽ എൻജിൻസ് ഉള്ള വാഹനങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ഈ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. സൾഫർ ഡയോക്സൈഡിൻ്റെ അമിതമായിട്ടുള്ള എമിഷൻസ് മൂലം സസ്യങ്ങൾ, ജലാശയങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്ന ആസിഡ് മഴ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നൈട്രജൻ ഓക്സൈഡ്. ഇത് ഹൈലി റിയാക്റ്റീവ് ഗ്യാസസ് ആണ്. ഹൈലി റിയാക്റ്റീവ് ഗ്യാസസിൽ മെയിനായിട്ട് വരുന്നതാണ് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. എൻജിൻസിൽ നിന്നും പവർ പ്ലാന്റുകളിൽ നിന്നുമൊക്കെയുള്ള ഫ്യൂവൽസ് ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ആവുന്നത് മൂലമാണ് ഈ നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാവുന്നത്. കൂടാതെ വാഹനങ്ങളിൽ നിന്നും, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം, അതേപോലെ തന്നെ മിന്നൽ, കാട്ടുതീ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയിൽ നിന്നുമൊക്കെ ഈ വാതകം ഉണ്ടാകുന്നു. അടുത്തത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇത് ഓർഗാനിക് കെമിക്കൽസ് ആണ്. ഇതിന് ഈസി ആയിട്ട് എയറിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇനി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സോഴ്സസ് നോക്കാം. ഫ്യൂവൽസ് കത്തുന്നത് വഴി വാഹനങ്ങളിൽ നിന്ന്, അതേപോലെ ഫാക്ടറികളിൽ നിന്ന്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പെയിൻറ്, വാർണിഷസ്, അതേപോലെ തന്നെ ക്ലീനിങ് ഏജൻസ്, എയർ ഫ്രഷ്നേഴ്സ് എന്നിവയിൽ നിന്നൊക്കെയും, അതേപോലെ ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോള്, മരക്കഷ്ണങ്ങൾ, അതേപോലെ തന്നെ കൽക്കരി തുടങ്ങിയവയൊക്കെ കത്തുന്നത് മൂലവുമൊക്കെയാണ് ഇത്തരത്തിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അന്തരീക്ഷത്തിലുള്ള എയറുമായിട്ട് ലയിച്ചിട്ടാണ് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എയർ പൊല്യൂഷൻ്റെ ടൈപ്പായ പ്രൈമറി എയർ പൊല്യൂട്ടൻറ്റും അതിൻ്റെ എക്സാമ്പിൾസും ഡീറ്റെയിൽസും ഒക്കെയാണ് പറഞ്ഞത്. അടുത്തതായിട്ട് സെക്കൻഡ് ടൈപ്പായിട്ടുള്ള സെക്കൻഡറി എയർ പൊല്യൂട്ടൻറ്റും അതിൻ്റെ എക്സാമ്പിൾസും നോക്കാം. എന്താണ് സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്? സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് പ്രൈമറി പൊല്യൂട്ടൻ്റ് പോലെ നേരിട്ട് എയറിലേക്ക് പുറന്തള്ളപ്പെടുന്നില്ല. പകരം നേരത്തെ തന്നെ എയറിലേക്ക് പുറന്തള്ളപ്പെട്ട പ്രൈമറി എയർ പൊല്യൂട്ടൻസ് തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഓസോൺ. ഓസോൺ എങ്ങനെ രൂപം കൊള്ളുന്നു? വാഹനങ്ങളിൽ നിന്നും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വഴി പുറന്തള്ളപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡ്സ്, അതേപോലെ തന്നെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് തമ്മിലുള്ള സൺലൈറ്റിന്റെ സാന്നിധ്യത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് വഴിയാണ് ഓസോൺ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കുകയും നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അടുത്തത് ആസിഡ് റെയിൻ ആണ്. എയറിലുള്ള പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നിവ അന്തരീക്ഷത്തിലെ വെള്ളം, ഓക്സിജൻ, മറ്റ് രാസവസ്തുക്കൾ എന്നിവയുമായിട്ട് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് വഴി സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ ആസിഡുകൾ ഫോം ചെയ്യുന്നു. ഈ ആസിഡുകൾ മഴയുമായി മിക്സ് ചെയ്തിട്ടാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. ആസിഡ് മഴ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും വനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ജലാശയങ്ങളിലെ pH മാറ്റുന്നതിലൂടെ ജലത്തിലുള്ള ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള എയർ പൊല്യൂഷന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള സോഴ്സസ് ആണുള്ളത്. ഒന്ന് നാച്ചുറൽ സോഴ്സസ് ആൻഡ് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ്. ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാകുന്നതാണ്.
നാച്ചുറൽ സോഴ്സസിന്റെ എക്സാമ്പിൾസ് നോക്കാം. വനപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം മൂലം അതിൽ നിന്നുണ്ടാകുന്ന പുകയും പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും ഒക്കെ എയറിൽ തങ്ങി നിൽക്കുന്നു. അതേപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ കൂടിയും കൂടാതെ ഡസ്റ്റ് സ്റ്റോംസ് അഥവാ പൊടിക്കാറ്റുകൾ വഴി ലാർജ് എമൗണ്ട് ഓഫ് ഡസ്റ്റും സോയിൽ പാർട്ടിക്കിൾസും അന്തരീക്ഷത്തിലുള്ള എയറിൽ കലർന്ന് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അതേപോലെ ചില സസ്യങ്ങൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പുറന്തള്ളുന്നത് വഴിയും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അടുത്തത് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ്. ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഗ്യാസസ്, പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഒക്കെ വഴി, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഫാക്ടറീസ്, എനർജി പ്രൊഡക്ഷൻ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ്, കൂടാതെ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഫാമിംഗ് ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഡസ്റ്റ്, ഇവയിലൊക്കെയിൽ നിന്നും കൂടാതെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ നിന്നുമൊക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇവയൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ മൂലം ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്, എന്നാലും ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞു പോകാം. എയർ പൊല്യൂഷൻ റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള ആസ്മ, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. കൂടാതെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങളും ഐ, നോസ്, ത്രോട്ട് ഇറിറ്റേഷൻസും കൂടുതൽ നാള് ഇത്തരത്തിലുള്ള എയർ പൊല്യൂട്ടൻസ് ശ്വസിക്കുന്നത് മൂലം ലങ്സ്, ഹാർട്ട് പോലുള്ള ഇന്റേണൽ ഓർഗൻസ് വേഗം തന്നെ ഡാമേജ് ആകുകയും തന്മൂലം പ്രീമച്ചർ ഡെത്ത് ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ടാകുന്നു. ഇനി പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. കൂടാതെ ആസിഡ് റെയിൻ മൂലം സോയിൽ, വാട്ടർ ബോഡീസ്, ബിൽഡിങ്ങിനൊക്കെ ഡാമേജസ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഫോറസ്റ്റുകളൊക്കെ നശിച്ചു പോകാൻ കാരണമാകുന്നു. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്ക്. എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 കേരള PSCയുടെ മറ്റ് ടോപ്പിക്കിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.